ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു എംബ്രോയിഡറി ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റിച്ചസും ഏതാണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റിലൂടെ പറയണം. ഇത് ഏതാണെന്നുള്ളത് നമുക്ക് പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പം നമ്മൾ ഇന്ന് ഈ രണ്ട് സ്റ്റിച്ചസുമാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ഏതൊരു ഗാർമെന്റ് ആണെന്നുണ്ടെങ്കിലും അതിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ രണ്ട് സ്റ്റിച്ചസ് ആണിത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് സ്റ്റിച്ചസും ഇത് സാറ്റിൻ സ്റ്റിച്ച് ആണ്, ഇത് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചുമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി സാറ്റിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ ചെയ്തിരുന്ന സാറ്റിൻ സ്റ്റിച്ച്. പക്ഷെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത ടൈമിൽ അത് സ്ക്രീനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒട്ടും നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വീണ്ടും ആ ഒരു സ്റ്റിച്ച് ഒന്നുകൂടി ചെയ്യുകയാണ്. പക്ഷെ നിങ്ങൾ ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ നിങ്ങൾ കാണുമ്പം ഈ ഒരു സ്റ്റിച്ച് ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത്, പകരം ഇതായിരിക്കും കേട്ടോ കാണുന്നത്. ഞാൻ ഈ ഫസ്റ്റ് പോർഷൻ മാത്രമേ ഒന്നുകൂടി ഷൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ സാറ്റിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ എന്തൊരു മോട്ടീഫ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു മോട്ടീഫ് കംപ്ലീറ്റ് ആയിട്ടും ബാക്ക് സ്റ്റിച്ച്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ബാക്ക് സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ ഒരു ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും റണ്ണിങ് സ്റ്റിച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൽ സാറ്റിൻ ചെയ്ത് കൊടുക്കുന്നത്. പലരും ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാതെ ഡയറക്റ്റ് സാറ്റിന് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ സാറ്റിൻ ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെയാണ് നോർമലി ചെയ്യാറുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, ത്രെഡ് നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഇനി നമ്മൾ ഈ ഒരു പെറ്റലിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ നീഡിൽ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന് പാരലായിട്ട് ഈ ഒരു ബാക്ക് സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന് പുറത്തായിട്ട് നമ്മൾ ഇതുപോലെ നീഡിൽ താഴത്തോട്ട് ഇറക്കുകയാണ്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ നീഡിൽ താഴത്തോട്ട് ഇറക്കിയല്ലോ, അതിൻ്റെ തൊട്ടിപ്പുറത്തുനിന്നുമായിട്ട് ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തൊട്ടിപ്പുറത്തുനിന്നുമായിട്ട് നമുക്ക് നീഡിൽ ഇതുപോലെ മുകളിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നീഡിൽ താഴത്തോട്ട് ഇറക്കി ആ ഒരു പോയിന്റിലൂടെ നീഡിൽ മുകളിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ച് അഴിഞ്ഞു പോരും. അപ്പം അങ്ങനെ അല്ലാതെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തുനിന്നുമായിട്ട് നീഡിൽ പുറത്തോട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ താഴത്തോട്ട് വീണ്ടും ഇതിൻ്റെ ഇപ്പുറത്തുനിന്ന് താഴത്തോട്ട് വീണ്ടും ചെയ്യാം. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തുനിന്നും ഇങ്ങനെ നീഡിൽ രണ്ട് മെത്തേഡിൽ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഒന്നിപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു മെത്തേഡ് കൂടി കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം നമുക്ക് ത്രെഡിൻ്റെ വേസ്റ്റേജ് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രെഡിൻ്റെ വേസ്റ്റേജ് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതുപോലെ നമുക്ക് ഒരു മെത്തേഡിൽ ചെയ്യാം. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നീഡിൽ താഴത്തോട്ട് ഇറക്കുക. ഇപ്പം നീഡിൽ നമ്മൾ ഈ ഒരു പോയിന്റിലൂടെ താഴത്തോട്ട് ഇറക്കി. ഇനി നമ്മൾ നേരത്തെ ചെയ്തത് ഇതിൻ്റെ തൊട്ടിപ്പുറത്തുനിന്ന് നീഡിൽ മുകളിലോട്ട് എടുക്കുകയാണ് ചെയ്തത്. അല്ല
ഇനി നമ്മൾ വേറൊരു മെത്തേഡിനേക്കാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ഇതിലൂടെ താഴത്തോട്ട് ഇറക്കി ഇതിലൂടെ മുകളിലോട്ട് എടുക്കുക, പിന്നെ ഇതിലൂടെ താഴത്തോട്ട് ഇറക്കുക, പിന്നെ ഇതിലൂടെ മുകളിലോട്ട് എടുക്കുക, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബാക്കിലും ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ കംഫർട്ട് ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, ഈ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു സൈഡ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഇതായിരുന്നു. ഇത് ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് വീണ്ടും ചെയ്തത്. ഇനിയായിരിക്കും നിങ്ങൾ ഈ ഒരു ലോങ് ആൻഡ് ഷോട്ട് ചെയ്യുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ലോങ് ആൻഡ് ഷോട്ട് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ലോങ് ആൻഡ് ഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കളേഴ്സ് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു റെഡും അതുപോലെ തന്നെ ഈ ഒരു കളറുമാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബേജ് അല്ലെങ്കിൽ ക്രീം കളർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഈ ഒരു കളർ നമുക്ക് ഈ ഒരു പെറ്റലിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം ഞാൻ ലോങ് ആൻഡ് ഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്ട്രാൻഡ്സ് മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. കാരണം നമ്മൾ ലോങ് ആൻഡ് ഷോട്ട് ഒരുപാട് 6 സ്ട്രാൻഡ്സ് ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സ്ട്രാൻഡ്സ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ത്രെഡ് നീഡിലിൽ കോർത്തിട്ടുണ്ട്. ഞാൻ 2 സ്ട്രാൻഡ്സ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രത്തോളം സ്ട്രാൻഡ്സ് കുറച്ചെടുക്കുന്നോ അത്രയും നീറ്റായിട്ട് നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ആണെന്നുണ്ടെങ്കിലും സാറ്റിൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ ഇതിലും നമ്മൾ സാറ്റിൻ ചെയ്യാൻ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സ്റ്റിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ബാക്ക് സ്റ്റിച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടാവും. സൗണ്ടിൻ്റെ ക്ലാരിറ്റിയിൽ ചെറിയ ഇഷ്യൂ ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സാറ്റിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പെറ്റലിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ നമ്മുടെ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് വലിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് വലിച്ചെടുത്തു. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തത് ഡയറക്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു പെറ്റലിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളിപ്പം അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ 2 കളർ വെച്ചിട്ടാണ് ഈ ഒരു ലോങ് ആൻഡ് ഷോട്ട് ചെയ്തെടുക്കുന്നത്. അത് 2 കളർ എന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ 2 കളേഴ്സ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നീഡിൽ ഇതുപോലെ പുറത്തോട്ട് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഏകദേശം ഒരു സെൻറ്ററിൽ നിന്ന് നമുക്ക് നീഡിൽ താഴത്തോട്ട് ഇറക്കാം. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടുപുറത്ത് വന്നു. അത് നിങ്ങൾ ഒരേ ലെവലിൽ, ഇപ്പം ഇവിടെയാണല്ലോ നമ്മൾ ത്രെഡ് എൻഡ് ചെയ്തേക്കുന്നത്, അതായത് നമ്മൾ നീഡിൽ താഴത്തോട്ട് ഇറക്കിയേക്കുന്നത്. അപ്പം ഇതിൻ്റെ തൊട്ടുപുറത്ത് വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടുന്ന് തന്നെ ഈ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ ചെയ്യണ്ട, മറിച്ച് ഒന്ന് ലോങ് കുറച്ചൊന്ന് ഷോർട്ടാക്കിയിട്ട് അങ്ങനെ
വ്യത്യസ്തമായിട്ടുള്ള ലെങ്ത്തിൽ ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഒരേ ലെവലിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നീറ്റ്നെസ് കിട്ടില്ല. നമുക്ക് ഡിഫറെൻറ്റ് ലെങ്ത്തിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ത്രെഡിൻ്റെ തൊട്ടിപ്പുറത്തു നിന്നും, അതായത് അതിൻ്റെ കുറച്ച് താഴത്തു നിന്നുമായിട്ട് ഞാൻ ഇങ്ങനെ ത്രെഡ് പുറത്തോട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ നീഡിൽ താഴത്തോട്ട് ഇറക്കുകയാണ്. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഡിഫറെൻറ്റ് ലെങ്ത്തിലാണ് ഓരോ സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നോട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ചധികം ടൈം എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ 2 സ്റ്റിച്ചസ് ആണ് കേട്ടോ. ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ടും അതുപോലെ തന്നെ സാറ്റിൻ സ്റ്റിച്ചും. പിന്നെ ടൈം എടുക്കുന്നത് നമ്മൾ എത്ര സ്ട്രാൻഡ്സ് എടുക്കുന്നു, ത്രെഡ് എത്ര സ്ട്രാൻഡ്സ് എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അതായത് നമ്മളിപ്പോൾ സാറ്റിൻ ചെയ്തപ്പം നമ്മൾ 6 സ്ട്രാൻഡ്സ് ആണ് ത്രെഡ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ 2 സ്ട്രാൻഡ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ റെഡ് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ റെഡ് കളർ ഞാൻ എടുക്കുന്നുണ്ട്. റെഡ് കളറും ഞാൻ 2 സ്ട്രാൻഡ്സ് ആണ് കേട്ടോ നമ്മുടെ നീഡിൽ കൊടുത്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡ് കളർ നീഡിൽ കോർത്തെടുത്തിട്ടുണ്ട്. 2 സ്ട്രാൻഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു സൈഡ് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു പെറ്റലിൻ്റെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു സെൻറ്റർ പോർഷനിലൂടെ നമുക്ക് നീഡിൽ ഇതുപോലെ പുറത്തോട്ടെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പുറത്തോട്ട് എടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു പുറത്തോട്ട് എടുത്തതിൻ്റെ നേരെ താഴെ ഏത് സ്റ്റിച്ചാണോ നമ്മൾ ചെയ്തിട്ടുള്ളത്, അതായത് ഇപ്പം നമ്മൾ ഈ ഒരു കളർ വെച്ചിട്ട് ഡിഫറെൻറ്റ് മെഷർമെൻറ്റിൽ ഡിഫറെൻറ്റ് ലെങ്ത്തിൽ സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഈ ഒരു നീഡിൽ നമ്മൾ പുറത്തെടുത്ത ആ ഒരു പോർഷൻ്റെ നേരെ താഴെയുള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് നീഡിൽ ഇതുപോലെ താഴത്തോട്ട് ഇറക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നോട്ട് വീഴുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ താഴത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്തപ്പം അതിന് തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ വേറെ ഒരു സ്റ്റിച്ച് കൂടി ചെയ്തിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ തൊട്ടിപ്പുറത്തായിട്ട് ഒരുപാട് സ്റ്റിച്ചസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുള്ള സ്റ്റിച്ച് ഇതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിലൂടെ നമുക്ക് നീഡിൽ പുറത്തോട്ട് എടുക്കാം.
ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കണം കേട്ടോ. ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്യാട്ടോ. ഓക്കെ, നമ്മൾ ഒരു സൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റു സൈഡും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സ്റ്റിച്ചിനനുസരിച്ച് നമ്മൾ ഈ ഒരു കളർ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ലോങ് ആയിട്ടും ഷോർട്ടായിട്ടും സ്റ്റിച്ചസ്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റെഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ നമ്മുടെ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചും ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ, നല്ലൊരു അടിപൊളി ലുക്കാണ് ഈ ഒരു സാറ്റിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ ലോങ് ആൻഡ് ഷോർട്ടും നമുക്ക് തരുന്നത്. എനിക്ക് പേഴ്സണലി ഒന്നുകൂടി ഇഷ്ടം ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ടാണ് കേട്ടോ. അത് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ലുക്ക് ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് തരുന്നുണ്ട്. സാറ്റിൻ സ്റ്റിച്ചും ഒക്കെയാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു ത്രെഡ് ശ്രദ്ധിച്ചോ, ഈ ഒരു ത്രെഡിന് കുറച്ചുകൂടി ഒരു ഷൈനിങ് ഉണ്ട് അല്ലേ, ഇതിനേക്കാൾ ഒന്നുകൂടി ഷൈനിങ് ഈ ഒരു ത്രെഡിനുണ്ട് അല്ലേ. അപ്പം ഇത് ഞാൻ പറയാറുള്ള ആങ്കറിൻ്റെ ത്രെഡാണ് കേട്ടോ. ആങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ത്രെഡാണ്. നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആങ്കറിൻ്റെ ത്രെഡ് യൂസ് ചെയ്യുക. അതല്ല നമുക്ക് ചെയ്ത് പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ റംഗോലി അല്ലെങ്കിൽ ഡോളി പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇത് ആങ്കറിൻ്റെ ത്രെഡാണ്, ഇത് റംഗോലി ത്രെഡുമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതിന് കുറച്ചുകൂടി ഒരു ഷൈനിങ്, ഒരു ഫിനിഷിങ് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. പക്ഷെ ഇതിനേക്കാൾ ഒന്നുകൂടി ഒരു ഫിനിഷിങ് ഈ ഒരു വർക്കിന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ ത്രെഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ആണ്. അപ്പോൾ ഇത് ആങ്കറിൻ്റെ ത്രെഡാണ്, ഇത് ഞാൻ പറഞ്ഞല്ലോ റംഗോലിയുടെ ത്രെഡാണ്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഞാനിനി ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഞാൻ റെക്കോർഡ് വർക്കിലേക്ക് വേണ്ടിയിട്ട് ലോങ് ആൻഡ് ഷോർട്ടും അതുപോലെ തന്നെ സാറ്റിനും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഇത് കാണുമ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പെറ്റൽ മാത്രമാണല്ലോ, അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് എത്രത്തോളം ഈ ഒരു സ്റ്റിച്ചിന് ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കോർഡിലേക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മൾ സാറ്റിൻ വെച്ച് ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. നമ്മളൊരു സ്റ്റാറിൽ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ നമ്മൾ
2 സ്ട്രാൻഡ്സ് ആണെന്ന് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു മോട്ടീഫ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഭംഗി. ഇനി ഞാൻ ലോങ് ആൻഡ് ഷോർട്ട് ചെയ്തത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ലോങ് ആൻഡ് ഷോർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ബട്ടർഫ്ലൈയും 2 ഫ്ലവേഴ്സും വെച്ചിട്ടായിരുന്നു. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എത്ര ത്രെഡ് വേണമെങ്കിലും എത്ര കളർ ത്രെഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാം എന്നുള്ളത്. ഇതിൽ ഞാൻ 3 ഷെയ്ഡ്സ് വരുന്ന ബ്ലൂവിൻ്റെ തന്നെ 3 ഷെയ്ഡ്സ് വരുന്ന ത്രെഡ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ടർഫ്ലൈക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടും ഞാൻ അതുപോലെ പിങ്കിൻ്റെ ഒരു പീച്ച് ഷെയ്ഡ്, പിന്നെ ഒരു പിങ്കിഷ്, അങ്ങനെ 3 ഷെയ്ഡ് വന്നിട്ടുള്ള കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഒരുപാട് പേര് റെക്കോർഡ് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കാണിക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം നമുക്ക് നിങ്ങൾക്ക് എത്രത്തോളം അത് ആവശ്യമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് പറയുക. അപ്പോൾ നമുക്ക് റെക്കോർഡിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മൾ ടോട്ടലി 6 റെക്കോർഡായിരുന്നു നമുക്ക് ഈ ഒരു കോഴ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇല്യൂസ്ട്രേഷന്, അതുപോലെ പെയിൻറ്റിങ്, സർഫേസ് ഓർണമെൻറ്റേഷൻ, പിന്നെ ഫാഷൻ തിയറിയുടെ ഒരു റെക്കോർഡ്, പിന്നെ ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ്റെയും പിന്നെ പാറ്റേൺ മേക്കിങ്ങിൻ്റെയും റെക്കോർഡ്. ഇങ്ങനെ 6 റെക്കോർഡാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാനത് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് യൂസായി എന്ന് വിചാരിക്കുകയാണ്. സ്റ്റിച്ച് ഇഷ്ടമായി കഴിഞ്ഞാൽ അത് കമൻറ്റിലൂടെ പറയണം. നമുക്ക് ഏതൊരു ഡ്രസ്സാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റിച്ചാണ് ഈ ഒരു സാറ്റിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ ലോങ് ആൻഡ് ഷോർട്ടും. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സാറ്റിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ ലോങ് ആൻഡ് ഷോർട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സസിൽ നിങ്ങളുടെ ആണെങ്കിലും അതുപോലെ നിങ്ങളുടെ മക്കളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഡ്രസ്സസിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചാണ് ഈ ഒരു സാറ്റിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ ലോങ് ആൻഡ് ഷോർട്ടും. നമുക്ക് ചെയ്യാൻ ഇത്തിരി ടൈം എടുക്കുന്നുള്ളൂ, പക്ഷെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഫൈനൽ ലുക്കാണ് ഇതിന് കിട്ടുന്നത്. നമ്മൾ എടുക്കുന്ന ത്രെഡിന്റെ സ്ട്രാൻഡ്സിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന ടൈം വരുന്നത്. പുറത്ത് നല്ല മഴയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ സൗണ്ടില് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് ഏത് ഗാർമെന്റിലും ചെയ്തു കൊടുക്കാൻ പറ്റിയ 2 സ്റ്റിച്ചസ് ആണ് ഈ ഒരു സാറ്റിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ ഉള്ള ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമന്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.